വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അഴുമ മിസ് ആണ്. അപ്പൊ നമുക്ക് EVSൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് കല്ലായി കാറ്റായി, ആസ് ടോൺ ആസ് ബീൻ. അപ്പൊ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് ഒരു ചിത്രം കാണിച്ചു തരാം. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ എന്തൊക്കെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് നോക്കിക്കേ. നിങ്ങൾ എല്ലാവരും സോളിഡ് കാണുന്നുണ്ട്, ലിക്വിഡ് എന്ന് എഴുതിയത് കാണുന്നുണ്ട്, ഇവിടെ ഗ്യാസ് എന്ന് എഴുതിയത് കാണുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ സോളിഡ് എന്ന് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഐസ് ആണ്, അല്ലെ? ഐസ് ആണ്, എല്ലാവർക്കും അറിയാം. ലിക്വിഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ജലത്തെയാണ്. അതേപോലെ തന്നെ ഗ്യാസ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് നോക്കിക്കേ, നീരാവിയെയാണ്. എന്തിനാ കൊടുത്തിരിക്കുന്നത്? നീരാവി. അപ്പൊ ഐസ്, വാട്ടർ, നീരാവിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്റ്റീം. ഇത് മൂന്നുമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മൂന്നാളുകളും മാറി മാറിയാണ് അല്ലെ നമ്മൾ കാണാറ്. അതായത് നമ്മൾ ഒരു ഐസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോ അല്ലെ അത് ജലമായിട്ട് മാറുന്ന കാണാറുണ്ട്. ആ ജലം പിന്നീട് കുറച്ചു കാലം സമയം കഴിയുമ്പോ അല്ലെ അത് നീരാവിയായിട്ട് മാറുന്നത് കാണാറുണ്ട്. പക്ഷെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ മാറ്റം ഉണ്ടാവാറുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ജലം അല്ലെ, ജലം, ഐസിൽ നിന്ന് ജലം ഉണ്ടാവണമെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ ഐസ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. പക്ഷേ ജലം പെട്ടെന്ന് നീരാവിയായിട്ട് പോവാറുണ്ടോ? ഇല്ല, അല്ലെ? ജലം കുറച്ച് കഴിയുമ്പോ താപനിലയിൽ മാറ്റം വരുമ്പോഴാണ് എന്താവുന്നത്? നീരാവിയായിട്ട് മാറാറ്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാലോ. യെസ്. അപ്പൊ ഐസ് എപ്പോഴാണ് വെള്ളമാവുക? ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോഴാണ് വെള്ളമാവുക. അപ്പൊ റൂം ടെമ്പറേച്ചറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഐസിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ അത് ചൂടാക്കുന്നതിന് തുല്യ. കാരണം എന്താ? ഐസിൽ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും, അല്ലെ? അവിടെ നിന്നാണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ ഏകദേശം ഒരു 18-20 ഒക്കെ വരത്തില്ലേ? അപ്പൊ തന്നെ ടെമ്പറേച്ചറിൽ ഒരു മാറ്റം വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചൂടാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? എന്നാൽ വെള്ളം നീരാവിയാവുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് ചൂട് കൊടുക്കുന്നുണ്ട്, അല്ലെ? ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോ വെള്ളം ഇങ്ങനെ തിളക്കുന്ന കാണാറില്ലേ? നീരാവിയായി പോകുന്ന കാണാറില്ലേ? യെസ്. അപ്പൊ ചൂടാക്കുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? നീരാവിയാറുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? അപ്ലൈയിങ് ഹീറ്റ് എന്ന് കൊടുക്കാലോ, അല്ലെ? ഹീറ്റ്, അപ്ലൈയിങ് ഹീറ്റ്, അല്ലെങ്കിൽ എന്താ ഹീറ്റിംഗ് എന്ന് കൊടുക്കാം, അല്ലെ? അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോ ഇത് എന്താവും? സ്റ്റീം ആയിട്ട് മാറും. ഐസ് എന്തായിട്ട് മാറും? സ്റ്റീം ആയിട്ട് മാറും. എപ്പോഴാണ്? ചൂട് കിട്ടുമ്പോ, അല്ലെ? ഇനി ഇതേ നീരാവി തണുക്കുന്ന സമയത്ത് കൂളിംഗിൽ എന്താ സംഭവിക്കുന്നത്? നീരാവി നമ്മൾ ഇങ്ങനെ ചൂടാകുന്ന സമയത്ത് നമ്മളൊരു പാത്രം എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ആ പാത്രത്തിന്റെ അടപ്പിൽ കുറച്ച് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തുള്ളി പറ്റി പിടിച്ച് കിടക്കുന്നത്? കാരണം നീരാവി തണുക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറി, അല്ലെ? വീണ്ടും തണുക്കുമ്പോ എന്താ സംഭവിക്കുക? അതായത് ഈ വെള്ളത്തിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? വെള്ളം എന്തായി മാറി? ഐസായി മാറി, അല്ലെ? അപ്പൊ ഖരം ദ്രാവകം, അല്ലെ? ഐസ് എന്ന് പറയുന്നത് ഖരം, സോളിഡ് ആണ്. വെള്ളം എന്ന് പറയുമ്പോ ലിക്വിഡ്, ദ്രാവകമാണ്. വാതകമാണ്, അല്ലെ? നീരാവി എന്നുള്ളത് വാതകം, ഗ്യാസ് ആണ്. അപ്പൊ 3 അവസ്ഥകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പോയത് നിങ്ങൾ എല്ലാരും കണ്ടോ? പല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഡയഗ്രാം ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം വെച്ച് വലിയൊരു രീതിയിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. നിങ്ങൾ എല്ലാവരും അത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതണം. ഓക്കെ. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.